ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? സൂര്യ ആൻഡ് സാമിനിയുടെ വക എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. വി വിഷ് യു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എന്തൊക്കെയായി? ഇന്ന് ഡിസംബർ 24th ആണ്, നമ്മുടെ ക്രിസ്മസ് ഈവ് ആണ്. അപ്പൊ നമുക്ക് കുഞ്ഞു കുഞ്ഞു സെലിബ്രേഷൻസ് എന്തൊക്കെയാണെന്ന് കാണണ്ടേ? കാര്യമായിട്ട് സെലിബ്രേഷൻസ് ഒന്നുമില്ല, പക്ഷെ നമ്മളുടെ സന്തോഷം നമ്മൾ എങ്ങനെയാണ് ഇരിക്കുന്നത് ആ അവസ്ഥയിൽ നമ്മൾ അങ്ങോട്ട് ആഘോഷിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ ഉള്ളതല്ലേ, 2 പേരുള്ളതല്ലേ, അപ്പൊ അവർക്ക് വേണ്ടി കുറച്ച് സർപ്രൈസസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു, എവിടെ വരെ ചേച്ചി ക്രിസ്മസ് സെലിബ്രേഷൻസ് എന്നൊക്കെ. അപ്പൊ നമ്മുടെ സൂര്യ സാം ഫാമിലിയുടെ ക്രിസ്മസ് ട്രീ കാണണ്ടേ എല്ലാവർക്കും? അപ്പൊ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ വെച്ചിരിക്കുന്ന എവിടെയാണെന്ന് നമ്മുടെ ബാൽക്കണിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അവിടെ നമ്മൾ കുറച്ച് നമ്മുടെ ഗ്ലാസ് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ തോന്നി അത് കുറച്ചും കൂടെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് തോന്നി, കുറച്ച് സ്റ്റണ്ണിങ് ലുക്കായിട്ട് ഫീൽ ചെയ്തു. അപ്പൊ നമ്മൾ ബാൽക്കണിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ താഴെയല്ല ഈ പ്രാവശ്യം വെച്ചിരിക്കുന്നത്, ക്രിബ് വെച്ചിട്ടില്ല കേട്ടോ. ക്രിബ് നമുക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടല്ലോ വെച്ച് നമുക്ക് സൂപ്പർ ആക്കാം. അപ്പൊ നമ്മുടെ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, അപ്പം എല്ലാവരും പോന്നോളൂ. പിന്നെ ഉണ്ടല്ലോ, ഞങ്ങൾ ഇപ്പം നേരത്തെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, ലുലു പോയിട്ട് വന്നതായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എന്നാലും ഏകദേശം നമ്മൾ ഒപ്പിക്കാനുള്ള, അങ്ങനെ ഇവർക്ക് മീനും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞു. മറ്റേ കൂന്തലുണ്ടെങ്കിൽ വാങ്ങിച്ചു തരുമെന്ന് ഇവർ ചോദിച്ചു, പക്ഷെ കൂന്തലൊക്കെ തിന്നിരിക്കുകയായിരുന്നു. വേറൊരു ഫിഷും വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറച്ച് ബീഫ് മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ എത്തിയതിന് ശേഷം ഉള്ള ഞങ്ങളുടെ ഹറിബറി ആയിട്ടുള്ള പരിപാടികളാണ്. കുഞ്ഞി നമ്മളുടേതായ സന്തോഷം അല്ലെ, നമ്മുടെ സന്തോഷം ഫുൾഫിൽ ആണെങ്കിൽ സാം വരണം. അപ്പം നെക്സ്റ്റ് മന്ത് നമ്മൾ കുറച്ചധികം പ്ലാനിങ്സ് ഒക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താ, ഫസ്റ്റ് നമ്മുടെ സീക്രട്ട് പൊളിഞ്ഞു കേട്ടോ. വേറെ ഒന്നല്ല, 2 പേർക്കുള്ള ക്രിസ്മസ് ഗിഫ്റ്റ് ആണ് കേട്ടോ. ശരിക്കും ഈ ഗിഫ്റ്റ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 വർഷമായി ഈ ഗിഫ്റ്റ് പരസ്പരം ഇവർ ഹാൻഡ് ഓവർ ചെയ്യാൻ തുടങ്ങിയിട്ട്. കാരണം സെറ ജനിച്ചപ്പം, സെറ ഓഗസ്റ്റിലാണ് സെറയുടെ ജനിച്ചത്, സെറയുടെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പം ആ ടൈമിൽ സെറ ജനിച്ചു കഴിഞ്ഞപ്പം ഡിസംബറിലെ ഫസ്റ്റ് ക്രിസ്മസ് ടൈമിൽ നമ്മുടെ ഇവക്കുട്ടി ഉണ്ടല്ലോ, അവളിങ്ങനെ ആ സമയത്ത് അവൾക്ക് 6 വയസ്സാണ് അവൾക്ക്. അപ്പൊ അവള് കുഞ്ഞി അവരുടെ ക്ലാസ്സിൽ നിന്ന് ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയ കുഞ്ഞൊരു സംഭവം സെറയുടെ എടുത്തുകൊണ്ടത് വെച്ചു. വാവേ ഹാപ്പി ക്രിസ്മസ്, എന്റെ ക്രിസ്മസ് ഫ്രണ്ട് നീയാന്ന് പറഞ്ഞിട്ട്. അപ്പം ആ സമയം തൊട്ടിട്ട് അപ്പൊ ഞാൻ ശരക്കുട്ടീനെ കൂടി ഒരു ഉമ്മ ഒടിപ്പിച്ചു. അന്ന് എനിക്ക് അത്രേ പറ്റുള്ളായിരുന്നു, കാരണം ഞാനും ഡെലിവറി കഴിഞ്ഞാൽ കിടക്കുമായിരുന്നല്ലോ. പിന്നെ ശരക്കുട്ടി 1 year ആയി കഴിഞ്ഞപ്പോൾ ഇവർ 2 പേരും അങ്ങനെ ഞാൻ വാങ്ങിച്ചു കൊടുക്കും, എന്നിട്ട് ഇവരിങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യും. അന്ന് തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ ഇവരുടെ ഈ ക്രിസ്മസ് ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാന്നുള്ള പരിപാടി. ഇപ്പൊ ഞാൻ വാങ്ങിച്ചു കൊടുക്കും, കുറച്ചുകൂടി വലുതാകുമ്പോൾ ഇവർ പരസ്പരം ഹാൻഡ് ഓവർ ചെയ്തോളും അല്ലെ. അപ്പം അതിന്റെ തുടർച്ചയായിട്ടല്ലേ ഈ വർഷവും ആ പതിവ് നമ്മൾ ഒട്ടും തെറ്റിക്കുന്നില്ല. ചേട്ടത്തിനെത്തിക്കുള്ള ഗിഫ്റ്റ് ഇവിടെ റെഡിയാണ്. അനിയത്തിക്ക് എന്താണ് ഗിഫ്റ്റ് എന്ന് അറിയാം അല്ലെ, ചേച്ചിക്ക് അത് അറിയത്തില്ല കേട്ടോ. അപ്പൊ അത് നമുക്ക് പതിയെ അതിന്റെ തുടർച്ച വരാം. അപ്പൊ നമ്മുടെ ട്രീ കാണട്ടെ. വന്നോളൂ മക്കളെ, ട്രീ ഒക്കെ കാണാമേ, വന്നോളൂ. ആയിട്ടുണ്ടോ? ഇതുണ്ടോ? വലിയ ലൈറ്റ് ആണോ? ഓക്കെ ആണോ? കിട്ടോ? ഇതാണ് നമ്മളുടെ, എന്നെ കിട്ടുന്നുണ്ടോ? ഞാൻ ഇവിടെ വെച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര അധികം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇതാണ് കേട്ടോ നമ്മള് ചുരുങ്ങി ഈ കുഞ്ഞിന് ഇഷ്ടപ്പെട്ടില്ലേ? ഇതാണ് ഈ ട്രീയിലെ എല്ലാ കാര്യങ്ങളും ഹാങ് ചെയ്തത് ആരാ? എന്റെ സെലിബ്രിറ്റിയാണ് കേട്ടോ എല്ലാം ഹാങ് ചെയ്തത്. പക്ഷെ ഇവിടുത്തെ എല്ലാ പരിപാടികളും നമ്മളുടെ ഇവക്കുട്ടിയാണ് ചെയ്തത്. എനിക്ക് അറിയത്തില്ല വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടോന്ന്, കാരണം എയർ ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ പറയുന്നത് എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഇതൊക്കെ നമ്മൾ ഇവക്കുട്ടിയാണ് ചെയ്തത്. പക്ഷെ ഈ ഗ്ലാസ്സിന് ഒട്ടുന്നില്ലായിരുന്നു. സോ ഏറ്റവും മുകളിലാണ് നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ കുഞ്ഞി ക്രിസ്മസ് ഒരു ഡെക്കറേഷൻസ്. ഓക്കെ, പിന്നെ കൂടുതൽ കാണണമെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ നല്ല ഭംഗിയുള്ള ഒരു അവരുടെ ബാൽക്കണിയിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് താഴെ ചെന്നിട്ട് നമ്മുടെ ക്രിസ്മസ് കേക്ക് കഴിക്കാം. അപ്പൊ ഞാൻ ഇതിട്ടിട്ട് പോട്ടെ.
അന്നേരം പിന്നെ നമ്മളുടെ കേക്ക് ഇല്ലാണ്ട് പിന്നെ എന്ത് ക്രിസ്മസ് അല്ലേ? ഈ കേക്ക് ഹോം മെയ്ഡ് ആണെന്ന് ഞാൻ പറയൂല. ഞാൻ ഹോം മെയ്ഡ് ഒന്നും ചെയ്തതൊന്നുമല്ല കേട്ടോ. ഞാൻ അങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര എക്സ്പേർട്ട് ഒന്നുമല്ല, അറിയാമല്ലോ. അപ്പം ഇത് ഞാൻ പോയപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പം ഇവർക്ക് പ്ലം കേക്ക് വേണ്ടെന്ന് പറഞ്ഞു. കാരണം കഴിഞ്ഞ ആഴ്ച ഇവർക്ക് ഒരു പ്ലം കേക്ക് ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. അതെല്ലാം എൻ്റെ അമ്മ കഴിച്ചു. അതെല്ലാം ഞാൻ കഴിച്ചു. പിന്നെന്താ, വെറുതെ ഇരിക്കുന്ന കേക്ക് നമ്മളെ സൂര്യ ചേച്ചി എന്നെ കുറച്ച് കഴിക്കും, സൂര്യ ചേച്ചി എന്നെ കുറച്ച് കഴിക്കും എന്ന് പറയുമ്പോൾ അവരെ നമ്മളെ വേദനിപ്പിക്കാൻ പാടുണ്ടോ? അപ്പം ഞാൻ അങ്ങോട്ട് ഇങ്ങനെ അവരങ്ങനെ കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇവര് കഴിച്ചു 1, 2, 3 പീസ് കഴിച്ചു. മോതിരം കാണിക്കാൻ വേണ്ടിയാണെന്ന് ആരും വിചാരിക്കരുത്. പക്ഷേ ഈ ഒരു ഷോഫ് കാണിക്കുന്നതിൽ തെറ്റില്ലല്ലോ അല്ലേ? എനിക്ക് ഇങ്ങനെയൊക്കെയല്ലേ കാണിക്കാൻ പറ്റുള്ളൂ മോതിരവും കാര്യങ്ങളൊക്കെ. കണ്ട, നമ്മൾ അന്ന് കാണിച്ച മോതിരം ഇല്ലേ, അപ്പം ഈ ഡ്രസ്സിന് കോൺട്രാസ്റ്റ് അല്ലേ? ജോമാട്രിന്ന് വിട്ടുപോയി. അപ്പം ഈ കേക്ക് ഇവർ പറഞ്ഞു മമ്മി പ്ലം കേക്ക് വേണ്ട, ഞാൻ കേക്ക് മതി എന്ന് പറഞ്ഞു. അപ്പം പിള്ളേരുടെ ഇഷ്ടത്തിന് പൈനാപ്പിൾ കേക്ക്. അപ്പോൾ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മളൊരു പൈനാപ്പിൾ കേക്കാണ് ഇന്ന്. പൈനാപ്പിൾ കേക്കിൻ്റെ പീസസ് ആണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കേക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ കേക്ക് ബേബീസ്, ഇവിടുത്തെ ഉണ്ണി, പിന്നെ ഇവിടുത്തെ ഫസ്റ്റ് ഉണ്ണി. ഇവയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ കഴിക്കുന്നില്ല, ഞാൻ കുറേ കഴിച്ചു തീർന്നെടുത്തിട്ട് എൻ്റെ വയറ് നിറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ, കൊള്ളാം കേട്ടോ. വെറുതെ പറയല്ല, പൈനാപ്പിൾ ആൻഡ് വാനില ആണെന്ന് തോന്നും. സംഭവം സൂപ്പറാണ്. ആ വണ്ടർ കേക്ക് ഇല്ലേ, അതിനേക്കാളും കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു വേർഷൻ, അത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം കേക്ക് കഴിഞ്ഞു. അപ്പം എന്താ പറയുക, എല്ലാവരുടെയും വീട്ടിൽ കേക്ക് കട്ടി കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് 12 o'clockനായിരിക്കും. അപ്പം ഞാൻ ഇന്ന് തന്നെ ചെയ്യാണ്. കാരണം നാളെ കുറച്ച് സ്ഥലങ്ങളിൽ പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നാളത്തെ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ് എടുത്തത്? നമ്മുടെ ഗിഫ്റ്റ്, ക്രിസ്മസ് ഗിഫ്റ്റ് വേണ്ടേ? ചേച്ചി ഗിഫ്റ്റ് തരാം കേട്ടോ. അപ്പൊ ചേച്ചിക്ക് ഗിഫ്റ്റ് കാണണ്ടേ? ചേച്ചി ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തായിരിക്കും ഗിഫ്റ്റ്, എന്തായിരിക്കും എനിക്ക് വാങ്ങിച്ചിരിക്കുന്നത്? കാരണം ചേച്ചി കണ്ടില്ല, കാരണം അത് ഓൺലൈനാണ് ചേച്ചിക്ക് ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്രിസ്മസിന്റെ ഗിഫ്റ്റ് എന്താന്ന് കാണാം. അപ്പൊ ദേ ചേട്ടനേത്തിയും തമ്മിലുള്ള ഗിഫ്റ്റ് ഹാൻഡ് ഓവറിംഗ് ടൈം. അപ്പൊ ദേ സെറക്കി ഇവയ്ക്ക് കൊടുത്തു, ഇവ സെറക്കി കൊടുത്തു, സെറ ഇവയ്ക്ക് കൊടുത്തു. ഇനിയും പൊട്ടിച്ചു നോക്കുന്നു. ആദ്യം നമുക്ക് ഇവയുടെ കാണാം കേട്ടോ. എന്താന്നറിയാത്തതല്ലേ ഗിഫ്റ്റ് എന്ന് പറയാൻ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. കാണിക്കൂ. ഈ ബാഗാട്ടോ, ഓൺലൈനാണ്. നേരിട്ട് പോയിട്ട് എടുക്കാനുള്ള സമയം എനിക്കില്ല. അപ്പം ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തു. ബാക്കൊക്കെ കാണിക്കൂ. ബാക്കിലേക്ക് ചിബില്ല എന്ന് തോന്നുന്നു. ബാക്കിൽ ഇങ്ങനെ ജസ്റ്റ് സ്ട്രാപ്പേ ഉള്ളൂ. തുറന്ന് കാണിക്കുക. സെറക്കുട്ടി ഇന്നലെ തുറന്നില്ലേ? സെറക്കുട്ടി ഇല്ല, സെറക്കുട്ടി സെറക്കുട്ടിക്ക് ഇഷ്ടമായോ? ഫ്രണ്ട് ഏരിയ കാണിക്കൂ. എത്ര സിബ് ഉണ്ട് ഇവ? ബാക്കിൽ സിബ് ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്യൂ. അതിന്റെ ഉള്ളിലുണ്ടോ ഇന്നർ പോക്കറ്റ് ഉണ്ടോ? ഉണ്ട്. സ്പേഷ്യസ് ആണല്ലേ? കൊള്ളാം കേട്ടോ. സംഭവം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് ലാപ്പും കാര്യങ്ങളൊക്കെ വെക്കാം ഇവയുടെ ആണെങ്കിലും. ഇവയ്ക്ക് ലാപ്പ് ഇപ്പം ഇല്ല, ഇൻ ഫ്യൂച്ചർ വരുവാണെങ്കിൽ വെക്കാം. ഇഷ്ടമായില്ലേ ഇവയ്ക്ക്? നല്ലൊരു ബാഗാണ് കേട്ടോ അത്. കൊള്ളാം. ഹാപ്പി. നീ ബാക്കിൽ വന്നിട്ട് കാണിച്ചേ. 2 ബാഗ്, രണ്ട് ഇതിലൂടെ, 2 സ്ട്രാപ്പിലൂടെ. ഓക്കെ ഓക്കെ ഫൈൻ. ഇനി അടുത്ത് തന്നെ വെക്കുട്ടി, ഇനി എൻ്റെ സെറക്കുട്ടി. ഇനി എൻ്റെ സെറക്കുട്ടി പൊട്ടിച്ചപ്പോൾ കുറച്ച് ടൈം എടുത്തു. അതാട്ടോ ഞാൻ അടുത്ത വീഡിയോ ആക്കി ഇട്ടത്. അത് സെറക്കുട്ടിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായല്ലോ. സെറക്കുട്ടിയുടെ ഗിഫ്റ്റ് സെറക്കുട്ടി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് പോയപ്പോൾ വാങ്ങിച്ചതാണ്. സെറക്കുട്ടി ഇത് മതി എന്ന് പറഞ്ഞു. എനിക്കിത് മതി മമ്മ എന്ന് പറഞ്ഞു. ആർട്ട് ഇഷ്ടമാണോ? ഓക്കെ ഓക്കെ ഫൈൻ. ഡോംസിൻ്റെ ആണ് കേട്ടോ. ഭയങ്കര ലാഭമാണ് കേട്ടോ ഇത്. ഒത്തിരി ഉണ്ട് ഇതിൽ. പെൻസിൽസും കളറിങ് ഓൾ സെറ്റ് ഉണ്ടല്ലോ. അപ്പം സെറക്കുട്ടിക്ക് ഇഷ്ടമാണ് കളർ ചെയ്യുന്നതൊക്കെ. ഇതൊക്കെ കാണിച്ച് മമ്മി നോക്കി ഫ്രണ്ട് കാണിച്ച്.
ബ്യൂട്ടിഫുൾ. സെറിക്കുട്ടി ഹാപ്പി ഹാപ്പി. ഇനി നമുക്ക് എല്ലാവർക്കും ഒരു ബൈ ബൈ പറയാം, സൈൻ ഓഫ് ചെയ്യാം. അന്നേരം നമ്മളുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഇവിടെ പരിസമാപ്തപ്പെട്ടിട്ടില്ല. നമുക്ക് ഇനിയിപ്പോൾ ടി വി അല്ല, നമ്മുടെ വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം നമ്മളുടെ ഫാമിലിക്ക് വൺസ് അഗെയിൻ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഒരു സന്തോഷകരമായിട്ടുള്ളൊരു വർഷം നേർന്നുകൊള്ളുന്നു. അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് ഇനിയും പുതിയ വർഷങ്ങളിൽ ഉണ്ടാവണം. പുതിയ നല്ല വീഡിയോസൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റട്ടെ, നിങ്ങൾ എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ട്രാവൽ വീഡിയോ ഇടും ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. ഷുവർ നമുക്ക് എന്തായാലും ഞാൻ ഇടുന്നതാണ്. പക്ഷേ നെക്സ്റ്റ് മന്ത് ആയിരിക്കും ട്രാവൽ വീഡിയോയും കാര്യങ്ങളൊക്കെ മാക്സിമം ഇടാൻ നോക്കുന്നത്. ഇപ്പം എൻ്റെ ഒരു എന്താ പറയുക റേഞ്ചിന് പറ്റി, അതായത് മീൻസ് നമുക്ക് വീട്ടിലിരുന്നൊക്കെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ മാത്രമേ എനിക്കിപ്പോൾ വീഡിയോസായിട്ട് ഇടാൻ പറ്റുള്ളൂ. മെജോറിറ്റി ഞാൻ ടൈം ഈ പറഞ്ഞതുപോലെ കുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെടുപ്പാക്കൽ പരിപാടിയുണ്ട്. കാരണം പിള്ളേർ നന്നായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഉണ്ടാവുമല്ലോ, വീട് നമുക്ക് തിരിച്ചിട്ട് തരും 2 ദിവസം ക്ലീൻ ചെയ്തില്ലെങ്കിൽ. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് വീഡിയോ ആക്കി ഇടുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം നിങ്ങളോട് എനിക്ക് വിശേഷവും കാര്യങ്ങളൊക്കെ സംസാരിക്കാമല്ലോ. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ആ വീഡിയോസൊക്കെ ഇടാറുള്ളത് കേട്ടോ. പക്ഷേ നമ്മൾ ജനുവരിയിലൊക്കെ നമുക്ക് ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇടാം. കുറച്ചും കൂടെ എന്താ പറയുന്നത്, കുറച്ചും കൂടെ നമുക്ക് ട്രാവൽ വീഡിയോസും അതേപോലെ തന്നെ കുറച്ചുകൂടി രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇൻ ഫ്യൂച്ചർ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ സെറക്കുട്ടിയുടെ ഭാഗോ ഹാപ്പി ക്രിസ്മസ് പറ. ഹാപ്പി ക്രിസ്മസ്. കുട്ടിയുടെ ഭാഗോ ഹാപ്പി ക്രിസ്മസ്. ബൈ, സീ യു, ലവ് യു ഓൾ. ഇത് കറക്റ്റായിട്ട് നമ്മുടെ ഇവക്കുട്ടി എടുത്ത ആ ഗിഫ്റ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് മെറ്റീരിയലായിരുന്നു ബാഗ്. പിന്നെ കളറിങ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രൈസിന് വർത്തായിരുന്നു. എന്തായാലും 2 പേരും ട്രിപ്പിൾ ഹാപ്പി. നമ്മളുടെ ലുലു മോളിൽ ഞാൻ പറഞ്ഞില്ലേ 24th ഉച്ചയ്ക്കാണ് ഞാൻ പോയത്. ഒരു 12 o'clock ഒക്കെ ആയപ്പോൾ അവിടെ എത്തി. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഓടിക്കോളാൻ പറഞ്ഞായിരുന്നു ഹസ്ബൻഡ്. കാരണം ഞാൻ പറഞ്ഞു എനിക്ക് നോൺ വെജ് കുറച്ചൊക്കെ വാങ്ങണമായിരുന്നു. പക്ഷേ ഈ ഒരു ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പം അവിടെ നിന്നിട്ട് വീഡിയോ എടുക്കാണ്ടും ഫോട്ടോ എടുക്കാണ്ടൊക്കെ പോയാൽ ഭയങ്കര നഷ്ടമാക്കി പോകത്തില്ലേ. അപ്പം ഞങ്ങൾ നേരെ താഴേക്ക് വന്നിട്ട് ആ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടാണ് അടുത്ത പണിയിലേക്ക് പോയെന്ന് വേണം പറയാൻ. ഒത്തിരി ആളുകൾ വരുന്നുണ്ടായിരുന്നു കേട്ടോ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ. അതിഗംഭീരം. എനിക്ക് തോന്നുന്നു അവിടെ പോകുന്നവർക്ക് അറിയാൻ പറ്റുമല്ലോ, ഇത് കൊച്ചി ലുലു മോളിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അത് എന്താണെന്നുണ്ടെങ്കിലും അറേഞ്ച്മെൻറ്റ്സ് അടിപൊളിയായിരുന്നു. ലിഫ്റ്റിലാണെന്നുണ്ടെങ്കിലും ഇതേപോലെ റിബണൊക്കെ നല്ല ടൈ ചെയ്തിട്ട് ജിങ്കിൾ ബെൽസൊക്കെ വെച്ചിട്ട് നല്ല ഉഗ്രനായിരുന്നു കേട്ടോ. ശരിക്കും ഹൈപ്പർ മാർക്കറ്റിൽ കയറി ഇപ്പോൾ ഇറങ്ങി വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം കറങ്ങി നടന്നു കേട്ടോ. ഈ കണ്ടു കഴിഞ്ഞ് ഈ അവസ്ഥയൊന്നും ആയിരുന്നില്ല ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഷോപ്പ് ചെയ്ത് വന്നപ്പം. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഹസ്ബൻഡ് അതുകൊണ്ടിട്ട് എന്നെ നേരെ വിളിച്ചു. ഹസ്ബൻഡ് പറഞ്ഞു ഇനി പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചേർത്ത് പോയിക്കോ, അല്ലാന്നുണ്ടെങ്കിൽ ബ്ലോക്ക് കിട്ടും. മെട്രോയ്ക്കായിരുന്നു ഞാൻ വന്നത്, ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടുമെന്ന് നന്നായിട്ട് എനിക്ക് അറിയായിരുന്നു. അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി. ഹൈപ്പർ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 1 o'clock ആയിട്ടുണ്ടാവുള്ളൂ. അപ്പം തന്നെ ബില്ലിംഗ് കൗണ്ടറിൽ നോക്കിയപ്പോഴേക്കും നല്ല ക്രൗഡായിരുന്നു. പക്ഷേ കയറാതിരിക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് കൂന്തലോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. വേറെ മീനൊന്നും ഇവർക്ക് വലിയ താല്പര്യവും ഇല്ല. പക്ഷേ കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ട് വന്നു. അപ്പം ബീഫായിരുന്നു ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ചിക്കനും വാങ്ങിച്ചു. പിന്നെ അല്ലറ ചില്ലറ കുറച്ച് കാര്യങ്ങളും കുറച്ച് കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോന്നു. അധികം നേരം ഞങ്ങൾ അവിടെ നിന്നില്ല. പെട്ടെന്ന് തന്നെ ഷോപ്പിംഗ് കഴിഞ്ഞ് അങ്ങ് ഇറങ്ങുകയാണ് ഉണ്ടായത്. കണ്ടില്ലേ ഒരു 1 o'clock ആയപ്പോഴുള്ള അവസ്ഥയായിട്ടോ, അത്രയും തിരക്കായിരുന്നു. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾക്ക് വിശന്നിട്ട് അന്തപ്രാണം കത്തി. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഇവിടെ വന്നിരുന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത് ഫുഡ് കോർട്ടിൽ. പക്ഷേ ഇല്ല, അവിടെ നിന്ന് വാങ്ങാൻ പറ്റില്ല. ആ മറ്റേ ലുലു മോളിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടെയും ഭയങ്കര തിരക്കായിരുന്നു ആ ഫുഡിൻ്റെ സെക്ഷനിലൊക്കെ. അപ്പോൾ ഞങ്ങൾ നേരെ വന്നിട്ട് KFCയിലും കയറാൻ പറ്റുന്നില്ല, അവിടെ വലിയ ക്യൂ ആയിരുന്നു കേട്ടോ. നേരെ വന്നിട്ട് നമ്മൾ ചിക്കിങ്ങിൽ കയറിയിട്ട് ചിക്കിങ്ങിൽ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് കഴിച്ചിട്ട് വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.